ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എജുപോർട്ട്. അപ്പോൾ റിൻഷിത മിസ് ആണ്. മിസ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ക്ലാസ് 5-ലെ എന്താണ് നമ്മൾ പക്ക പ്രഡിക്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മുടെ ഓണം എക്സാമിലുള്ള സോഷ്യൽ സയൻസിൽ 4 ചാപ്റ്റേഴ്സിലും വരുന്ന പക്ക പ്രഡിക്ഷനുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പോൾ മക്കൾ ഈ പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾ എന്തായാലും പഠിച്ചിട്ട് മാത്രം എക്സാമിന് പോവാ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ നോക്കിയാലോടാ. നേരെ നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വീക്ക്ലി മാർക്കറ്റ് ആണ് കേട്ടോ, ആഴ്ച ചന്തകൾ. അപ്പൊ മക്കളെ ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഈ ടോപ്പിക്ക് നിങ്ങൾ എന്തായാലും പഠിച്ചിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമിന് പോവുക കേട്ടോ. ഓക്കെ, അതേപോലെ പിന്നെ നമ്മൾ ഇതിൽ പറയുന്നത് എന്താണ്, പ്രിപ്പയർ എ ക്വസ്റ്റ്യനെയർ അല്ലേ. എന്താണ് നമ്മുടെ പീരീഡ് ഫാദറിനെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള എന്താണ് ഇന്റർവ്യൂ ചെയ്യാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ പിന്നെ ഇതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് മക്കളെ എന്താണ്, നമ്മുടെ ഡിഫറൻസ് ബിറ്റ്വീൻ റൂറൽ ആൻഡ് അർബൻ ഏരിയ. അതായത് മക്കളെ ഒന്നുമില്ല, സിറ്റി ആൻഡ് സ്റ്റേറ്റ്. മക്കളെ സിറ്റി വേഴ്സസ് വില്ലേജ് കേട്ടോ. അപ്പൊ ദാ ഈ വില്ലേജിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ സിറ്റിയുടെ ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടോ നമ്മളോട് ചോദിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, ഈ സിറ്റിയെ കുറിച്ചിട്ട് 2 പോയിന്റും വില്ലേജിനെ പറ്റിയിട്ട് 2 പോയിന്റും നിങ്ങൾ എന്ത് ചെയ്യാ, പഠിച്ചു വെച്ചോ. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഇനി അതല്ലെങ്കിലോ ഇവരുടെ 2 പേരെയും നമ്മളോട് എന്ത് ചെയ്യാൻ പറയും, കമ്പാരിസൺ ചെയ്യാൻ പറയും. എന്തൊക്കെയാണ് വില്ലേജിന്റെ പ്രത്യേകത, എന്തൊക്കെയാണ് സിറ്റീസിന്റെ പ്രത്യേകത എന്ന് കമ്പാരിസൺ ചോദിക്കും. അപ്പൊ ഈ ഒരു ചാപ്റ്റർ മിസ് പറഞ്ഞിട്ടുള്ള ഈ ഒരു 2 പോയിന്റ് എന്താ, വീക്ക്ലി മാർക്കറ്റ് ആൻഡ് എന്താണ് നമ്മുടെ സിറ്റി ആൻഡ് വില്ലേജ് അല്ലെ. അപ്പൊ ഈ പോയിന്റ് ഈ ഒരു ടോപ്പിക്സ് മക്കള് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഏതാ നോക്കാം. ഫുഡ് ആൻഡ് ഹ്യൂമനില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഫയർ ആൻഡ് ഫുഡ് എന്ന് പറയുന്നത്. ഭക്ഷണവും അതുപോലെ തന്നെ തീയും അല്ലെ, തീയും മനുഷ്യനും, തീയും അതുപോലെ ഭക്ഷണം, ഈ ഒരു ഭാഗം ഇമ്പോർട്ടന്റ് ആണ്. അത് നിങ്ങൾ എന്ത് ചെയ്യാ, പഠിച്ചിട്ട് പോവാ കേട്ടോ. ഓക്കെ, അതായത് ആദ്യം മനുഷ്യർ എന്തായിരുന്നു, തീ കണ്ടെത്തിയിരുന്നില്ല, പിന്നീട് അത് തീ കണ്ടെത്തി. അപ്പൊ അവരെന്ത് ചെയ്തു, ഈ റോ ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ മാറ്റിയിട്ട് തീ അവർ നിയന്ത്രിക്കാൻ തുടങ്ങി. അങ്ങനെ അവരെന്ത് ചെയ്തു, അവര് കുക്ക് ചെയ്തിട്ടുള്ള, റോസ്റ്റ് ചെയ്തിട്ടുള്ള, വേവിച്ചിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിച്ചു. ആദ്യം അവരെന്താ, മീറ്റും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ഫിഷ് ഒക്കെയാണ് അവർ ആദ്യം എന്ത് ചെയ്തത്, കുക്ക് ചെയ്ത് കഴിച്ചത്. പിന്നീടാണ് ട്യൂബേഴ്സ് ഒക്കെ അവർ കുക്ക് ചെയ്ത് പഠിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് നമ്മുടെ ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. എന്താ മക്കളെ, നമ്മുടെ ബാർട്ടർ സിസ്റ്റം. എവിടെ പോയി നമ്മുടെ ബാർട്ടർ സിസ്റ്റം? ഓക്കെ, നമ്മുടെ ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗം നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ആ ബാർട്ടർ സിസ്റ്റം എന്നൊരു പോയിന്റും അതുപോലെ നോക്കിക്കേ ഈ ഒരു ഭാഗം കേട്ടോ, സാധനങ്ങളുടെ കൈമാറ്റം എന്നുമായി ബന്ധപ്പെട്ട ഈ ഒരു ഫ്ലോ ചാർട്ട് ഉണ്ടല്ലോ മക്കളെ, ബാർട്ടർ സിസ്റ്റത്തിന്റെ എന്താണ് ഈ ഒരു ഫ്ലോ ചാർട്ട് ഉണ്ടല്ലോ, അത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അതുപോലെ ഇവിടെ എന്താ, ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇതും ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെച്ചോ. ഇതെന്തായാലും നമ്മുടെ എക്സാമിന് ചോദിക്കാൻ പോകുന്നതാണ്. എന്താണ് റീസൺസ് ഫോർ ദ സ്റ്റാർവേഷൻ. എന്താണ് നമ്മുടെ സ്റ്റാർവേഷനുള്ള റീസൺസ് അല്ലെ, പട്ടിണിക്കുള്ള റീസൺസ് എന്തൊക്കെയാണ് നമുക്കറിയാം. എന്താണ്, വാർ അല്ലെ, യുദ്ധം, തൊഴിലില്ലായ്മ, അതുപോലെ കാലാവസ്ഥ മാറ്റങ്ങൾ, ക്ലൈമറ്റ് ചേഞ്ചുകൾ, അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ അല്ലെ, നമ്മുടെ വെൽത്തിന്റെ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇനിക്വാളിറ്റി. അപ്പൊ ഈ പോയിന്റ് നിങ്ങൾ പഠിച്ചു വെച്ചോ. ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് വരും. നിങ്ങൾ പഠിച്ചു വെച്ചോ കേട്ടോ. അതേപോലെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു സ്പീച്ചും കൂടെ ഉണ്ടാവും. ഫുഡ് ആൻഡ് ഹ്യൂമനുമായി ബന്ധപ്പെട്ട് എന്താണ്, ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സ്പീച്ചും കൂടെ ഉണ്ട് കേട്ടോ. ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു സ്പീച്ചും കൂടെ ഉണ്ട്. ആ സ്പീച്ച് എഴുതാനുള്ള 2-3 പോയിന്റും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചിട്ട് പോവാ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നമ്മുടെ 3rd ചാപ്റ്റർ അല്ലെ, നമ്മുടെ ഡൈവേഴ്സ് എംപ്ലോയ്മെന്റ്. ഇതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്നത് ഇതാ ഈ ഒരു ഭാഗം നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. എന്തൊക്കെയാണ്, വ്യത്യസ്ത തരത്തിലുള്ള സോഴ്സ് ഓഫ് ഇൻകം ഏതൊക്കെയാണ്, അതേപോലെ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഏതൊക്കെയാണ്, സോഴ്സ് ഓഫ് ഇൻകം ഏതൊക്കെയാണ്, അതിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിന്റെ രൂപം ഏതാണ്. ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ബോക്സ് മക്കൾ എന്ത് ചെയ്യോ, പഠിച്ചു വെച്ചിട്ട് പോവാ കേട്ടോ. ഓക്കെ, അതേപോലെ നോക്കിക്കേ പിന്നെ ഇതിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ഏതാ, നമ്മുടെ നോൺ അഗ്രികൾച്ചർ ആൻഡ് അഗ്രികൾച്ചർ എംപ്ലോയ്മെന്റ്. എന്താണ്, കാർഷിക തൊഴിലുകളും കാർഷികേതര തൊഴിലുകളും. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് കേട്ടോ. ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്, അത് നിങ്ങൾ പഠിക്കുക. പിന്നെ പറയുന്നത് നമ്മുടെ സെൽഫ് എംപ്ലോയ്മെന്റ് കേട്ടോ, സ്വയം തൊഴിലിനെ പറ്റിയിട്ടാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് മക്കൾ ഈ ഒരു ഭാഗമാണ് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് കേട്ടോ. അതായത്
നമ്മുടെ സ്വയം തൊഴിൽ പദ്ധതികൾ അല്ലെ, നമ്മുടെ സെൽഫ് എംപ്ലോയ്മെന്റ് സ്കീംസുകളും അതിന്റെ ബെനിഫിഷ്യറീസും. ഇത് മസ്റ്റ് ആണ്, എന്തായാലും ചോദിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ എന്തായാലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതിൽ തന്നെ എന്തുണ്ട്, നമ്മുടെ സെൽഫ് എംപ്ലോയ്മെന്റിന്റെ ഫീച്ചേഴ്സ് കേട്ടോ, ഫീച്ചേഴ്സ് ഓഫ് സെൽഫ് എംപ്ലോയ്മെന്റ്. ഇതിലുള്ള പോയിന്റ്സും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ചു പൊക്കോട്ടോ. സെൽഫ് എംപ്ലോയ്മെന്റ് ഈ ഒരു ഭാഗം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇതും നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ തേർഡ് ചാപ്റ്ററിൽ ഇത്രയും ടോപ്പിക്സ് ആണ് മിസ് പറഞ്ഞിട്ടുള്ള, ഇത്രയും ടോപ്പിക്സ് ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഓക്കെ, അതേപോലെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇതാ നമ്മുടെ ഇന്റർവ്യൂ ചെയ്യാനുള്ള ഒരു എന്റർപ്രണറിനെ അല്ലെ, ഒരു സ്വയം തൊഴിൽ ചെയ്യുന്ന ഒരു എന്റർപ്രണറിനെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഇന്റർവ്യൂ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും കൂടെ ഇവിടെ ഉണ്ട്. അതും കൂടെ നിങ്ങൾ പഠിച്ചു വെച്ചോ. ഓക്കെ, അതേപോലെ തന്നെ ഇതാ നമ്മുടെ ഫോർത്ത് ചാപ്റ്ററിലെ ക്ലോത്തിങ് ത്രൂ ഏജസ് അല്ല, എന്താണ്, വസ്ത്രത്തിന്റെ നാൾ വഴികൾ എന്നീ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള 2 ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇതാ, ഒന്ന് എന്ന് പറയുന്നത് മക്കളെ എന്താണ്, നമ്മുടെ എന്താണ്, changes brought by the use of machines in the manufacturing clothes. എന്താണ്, വസ്ത്ര നിർമ്മാണ രംഗത്ത് അല്ലെങ്കിൽ യന്ത്രങ്ങളുടെ ഉപയോഗം വസ്ത്ര നിർമ്മാണ രംഗത്ത് വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ. ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ചേഞ്ചസ് എന്തൊക്കെയാണ്, മെഷീൻസ് വന്നതോട് കൂടിയിട്ട് ഈ വസ്ത്ര നിർമ്മാണത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗമാണ് വസ്ത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നാരുകൾ അല്ലെ. 2 ടൈപ്പ് ഫൈബർ ഉണ്ട്. ഒന്ന് എന്താ, പ്രകൃതിദത്ത നാരുകളും, ഒന്ന് എന്താ മക്കളെ, നമ്മുടെ സിന്തറ്റിക് ഫൈബറും അല്ലെ. അപ്പൊ ഇത് രണ്ടും എന്താന്ന് പഠിച്ചു വെക്കുക, രണ്ടിലുള്ള എക്സാമ്പിൾസ് എന്താന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ ഈ ഒരു ഭാഗം നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെച്ചോ. ഇതെന്തായാലും നമുക്ക് എക്സാമിന് വരാൻ പോകുന്ന ഒരു ഭാഗമാണ്. അപ്പൊ എന്ത് ചെയ്യുക, ഷുവർ ആയിട്ടും മിസ് പറയുകയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവട്ടെ. ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുവേ. അപ്പൊ നോക്കിക്കേ, 4 ചാപ്റ്ററിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ മിസ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ ഭാഗം നന്നായിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് മിസ് പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ ഒന്നുകൂടെ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചോ. ഒന്നുകൂടെ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ മിസ്സിന് ഒരു കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ. നമ്മുടെ എഡ്യൂപോർട്ടിന്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓണം ഓഫർ ആണ് കേട്ടോ. ഓണം ഓഫർ ആയിട്ട് നമുക്ക് 2299 പ്രൈസിലാണ്. നിങ്ങൾ ഈ ഒരു പ്രൈസ് കൊടുത്താൽ നിങ്ങൾക്ക് എന്താണ്, ഈ നമ്മുടെ ഈ ഒരു വർഷത്തേക്കുള്ള അക്കാഡമിക് ഇയറിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റായിട്ട് പഠിക്കാൻ പോകും. നിങ്ങൾക്ക് എല്ലാ എക്സാമിനും നല്ല മാർക്ക് നമ്മൾ എന്താണ് കണ്ടോ, A ഗ്രേഡ് ഉറപ്പാണ് നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ അതിന് ജോയിൻ ചെയ്യാനുള്ള നമ്പർ നമ്മളിവിടെ തന്നിട്ടുണ്ട്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇതാ നമ്മുടെ ഈ ഒരു താഴെ, നമ്മുടെ കമന്റ് ബോക്സിന്റെ താഴെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനുള്ള ലിങ്ക് നമ്മൾ സൂപ്പർ ബാച്ച്, നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് എന്നൊരു ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്തിട്ട് ആ ഫോം ഒന്ന് ഫിൽ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ ഒരു നമ്പറിലേക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഗൂഗിൾ ഫോമോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫിൽ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതാ മിസ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ എൻ്റെ മക്കൾ എന്താ ചെയ്യുന്നത്, ഓണം എക്സാം ആണ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പോവുക. മിസ് പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾ ഒരിക്കലും പഠിക്കാതെ പോകരുത് കേട്ടോ. നിങ്ങൾക്ക് ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ മിസ് പറഞ്ഞിട്ടുള്ള ടോപ്പിക്സ് എന്തായാലും നിങ്ങൾ ആരും കവർ ചെയ്തിട്ട് ബാക്കിയുള്ള പോയിന്റ്സ് ഒക്കെ നിങ്ങൾ പഠിക്കുക കേട്ടോ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ഓണം എക്സാം നന്നായിട്ട് എന്ത് എഴുതുക കേട്ടോ. ഓക്കെ.